ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് RTC സെക്ഷനാണ്, അഥവാ RTC CMOS ബാറ്ററി എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് ലാപ്ടോപ്പ് ആയാലും ഡെസ്ക്ടോപ്പ് ആയാലും നമുക്ക് ഇതിലേക്ക് ഈ ബോർഡിലേക്ക് ഇൻസെർട്ട് ആകുന്ന ഫസ്റ്റ് വോൾട്ടേജ് എന്ന് പറയുന്ന ഈ ബാറ്ററിന്ന് വോൾട്ടേജ് ഉണ്ടാക്കും. ഓക്കെ, ഈ 3 വോൾട്ടേജ് എന്ന് പറയുന്ന ഈ CMOSന്റെ ബാറ്ററി അഥവാ 2032. ഓക്കെ, ഇതിൽ കാണുന്ന സമയത്ത് CR 2032 3 വോൾട്ടേജ്, ഈ വോൾട്ടേജ് ആയിരിക്കും നമുക്ക് ഫസ്റ്റിൽ ബോർഡിലേക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ അഡാപ്റ്ററും ബാറ്ററി ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലും ഫസ്റ്റ് മാനുഫാക്ചറിങ് ഒരു ഫസ്റ്റ് ഫ്രഷ് ബോർഡ് വന്നു കഴിഞ്ഞാൽ അത് ഡെസ്ക്ടോപ്പ് ആയാലും ലാപ്ടോപ്പ് ആയി കഴിഞ്ഞാലും ഈ വോൾട്ടേജ് ആയിരിക്കും നമുക്ക് ഫസ്റ്റ് കിട്ടുക. ഓക്കെ, ഈ വോൾട്ടേജിൻ്റെ അടിസ്ഥാനത്തിലാണ് സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് ടൈമും കാര്യങ്ങളൊക്കെ ആയിട്ട് റിയൽ ആയിട്ട് നിൽക്കുന്നു. ഓക്കെ, ഈ ബാറ്ററി എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള ടൈമും കാര്യങ്ങളൊക്കെ റീസെറ്റ് ആവും. ഓക്കെ, ആ ഓൾഡ് സ്റ്റേജിലേക്ക് പോകും. ഡെസ്ക്ടോപ്പിനെ അപേക്ഷിച്ചിട്ട് ലാപ്ടോപ്പിൽ ഈ CMOS ബാറ്ററി കംപ്ലയിൻസ് കുറവാണ്. ഓക്കെ, ലാപ്ടോപ്പിൽ CMOSന്റെ ബാറ്ററി കംപ്ലയിൻസ് ആവൽ കുറവാണ്. ഡെസ്ക്ടോപ്പിലാണെന്നുണ്ടെങ്കിലോ പെട്ടെന്ന് കംപ്ലയിൻ്റ് ആവും. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക, ഇതിൻ്റെ സർക്യൂട്ട് നമുക്ക് പോയിട്ട് നോക്കാം. അപ്പോൾ സർക്യൂട്ട് എന്ന് പറയും, നമ്മൾ സ്കീമാറ്റിക് എന്ന് പറയും. ഈ ബോർഡ് നോക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗം കാണുന്ന സമയത്ത് ഇതിൻ്റെ ടോപ്പ് സൈഡാണ്, ഈ ഒരു ഭാഗം കാണുന്ന സമയത്തോ നമുക്ക് ഇതിൻ്റെ ബോട്ടം സൈഡാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സിസ്റ്റത്തിലേക്ക് പോയിട്ട് ബോർഡ് വ്യൂ നോക്കാം. ഓക്കെ, അപ്പോൾ ബോർഡ് വ്യൂ നോക്കുന്ന സമയത്ത് ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ഒരു ബോർഡിൻ്റെ വ്യൂവറാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കട്ടിങ് ഇവിടെ ബ്ലാങ്ക് ആയി കാണുന്നുണ്ട്, ഇവിടെ ഈ കട്ടിങ് ബ്ലാങ്ക് ആയി കാണുന്നുണ്ട്. ഓക്കെ, ഈ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെറ്റാണ്. ഓക്കെ, അപ്പോൾ അത് ടോപ്പാണ്. ഓക്കെ, ടോപ്പ് സൈഡാണ്. അപ്പോൾ ഈ ടോപ്പ് സൈഡിലാണ് ഈ പിക്ചർ കാര്യങ്ങളൊക്കെ കാണുന്നത്. ഇവിടെ കാണുന്നത് ഒക്കെ ഈ ഭാഗത്താണ് കാണുന്നത്. ഓക്കെ, KB എന്ന് പറയുന്ന ഒക്കെ ഈ ഭാഗത്താണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുണ്ടെങ്കിൽ നമുക്ക് ബോട്ടം സൈഡിലേക്ക് പോവാം. ബോട്ടം സൈഡിൽ ഞാൻ ബോട്ടം സൈഡ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് കണ്ടല്ലേ ഈ സൈഡിൻ്റെ ഈ ഷേപ്പ് ഇങ്ങോട്ട് വന്നു, ബോർഡിൻ്റെ ഈ ഷേപ്പ് ഇങ്ങോട്ട് വന്നു. ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഇവിടെ കാണുന്നത് എന്താ വെച്ചാൽ ഇത് CPU എന്നാണ് കാണുന്നത്. ഓക്കെ, CPU. അപ്പോൾ നമുക്കിത് CPU ആണ് കാണുന്നത്. ഓക്കെ, ഇവിടെ കാണിക്കുന്നത് ഗ്രാഫിക്സ് കാർഡ്, പക്ഷേ ഗ്രാഫിക്സ് കാർഡ് ഇവിടെ യൂസ് ചെയ്തിട്ടില്ല, അതിൻ്റെ RAM സെക്ഷൻ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഇങ്ങോട്ട് പോകുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴേക്ക് പോകുന്നുണ്ടെങ്കിൽ RAM ആണ് കാണുന്നത്, ഇവിടെ RAM കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ RAM കാണുന്നുണ്ട്. ഓക്കെ, ഇങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ RTC, ഇവിടെ USB കണ്ടില്ലേ, USB ഒക്കെ ഈ സൈഡിൽ ശരിക്കും കാണുന്നുണ്ട്. ഇങ്ങോട്ട് HDMI കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഏതൊക്കെ പാർട്ടാണ് ആ പാർട്ടിൽ കൊണ്ടുപോയിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽ ആണ് കാണുന്നത്, പിന്നെ കാര്യങ്ങളാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് RTC ആണെന്ന് നോക്കാനുള്ളത്. അപ്പോൾ RTCൻ്റെ സൈഡാണ് ഈ കാണുന്നത്, ഇവിടെ ക്ലിക്ക് ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പോൾ നമുക്ക് RTC പോകുന്ന സമയത്ത് ഒന്നാമത്തത് പ്ലസ് ആണ്, രണ്ടാമത്തത് ഗ്രൗണ്ട് ആണ്, മൂന്നാമത്തത് നോ കണക്ഷൻ ആയിട്ട് വെറുതെ ചുമ്മാ കിടക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അത് ചെക്ക് ചെയ്തിട്ട് പോവാം. സ്കീമാറ്റിക് നമുക്ക് നോക്കാം. ഇതിൻ്റെ പേര് അടിച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ പേര് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കീമാറ്റിക്കിൽ ഇങ്ങനെ സെർച്ച് ചെയ്താലേ കിട്ടുള്ളൂ. അപ്പോൾ അത് RTC 1. ഓക്കെ, അപ്പോൾ RTC 1 എന്നുള്ളത് ഞാനിവിടെ സെർച്ച് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, RTC 1 ഇവിടെ സെർച്ച് ചെയ്തു, ഇവിടെ വെച്ചുകൊണ്ടാണ് RTC 1 എന്നുള്ള പേര്. അപ്പോൾ ഈ ഒരു സെക്ഷനാണ് നമുക്ക് RTC 1ൻ്റെ സെക്ഷൻ. ഓക്കെ, അപ്പോൾ ഈ കണക്ടർ കാണുന്നത് ഇതാണ് ഇതിൻ്റെ കണക്ടർ. ഈ കണക്ടറിൽ ഇവിടെ ഇങ്ങനെ ആരോ ഒക്കെ ഇതിൻ്റെ റൗണ്ട് കാണുന്നുണ്ട്, കോയിൻ ബാറ്റിൻ്റെ റൗണ്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം മൈനസ് ആണ്, ഈ ഒരു ഭാഗം മൈനസ്. ഓക്കെ, അപ്പോൾ ഇവിടെ മൈനസ്, ഇവിടെ പ്ലസ് ആണ് കാണുന്നത്. ഓക്കെ, ഈ ഒരു ഭാഗം മൈനസ്, ഈ ഭാഗം പ്ലസ്. ഈ 3 വോൾട്ടേജ് നമുക്ക് എന്താ ചെയ്യുക, മൾട്ടിമീറ്റർ വെച്ചിട്ട് ചെക്ക് ചെയ്ത് പോവാം. അപ്പോൾ ഈ 3 വോൾട്ടേജ് ഇവിടെ കിട്ടണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ മൈനസ് കിട്ടണം, ഇവിടെ പ്ലസ് കിട്ടണം. ഓക്കെ, ഇവിടെ മൈനസ് കിട്ടണം, ഇവിടെ നമുക്ക് ചെക്ക് ചെയ്താൽ മൈനസ് കിട്ടിക്കൊള്ളണം, ഇവിടെ പ്ലസും കിട്ടിക്കൊള്ളും. അപ്പോൾ നമുക്ക് എവിടെയാണ് ചെക്ക് ചെയ്യേണ്ടത് നോക്കിയിട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഗ്രൗണ്ടാണെന്ന് അറിഞ്ഞു, ഇത് ഗ്രൗണ്ടാണ്, ഇത് പ്ലസ് ആണെന്ന് പറഞ്ഞു അല്ലേ, ഈ ഒരു ഭാഗം പ്ലസ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുന്ന സമയത്ത് 3 വോൾട്ടേജും ഒരു ചെറിയ മില്ലി വോൾട്ടേജ് കൂടുതലും കാണുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഒരു കാരണവശാലും ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ചെക്ക് ചെയ്തിട്ട് പോകാൻ പാടില്ല. നമുക്ക് ബോർഡിൻ്റെ പുറത്തേക്കാണ് കിട്ടേണ്ടത്, ബോർഡിൻ്റെ കണക്ടറിൻ്റെ പുറത്തേക്ക്. നമുക്ക് ഇവിടെയാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ശരിക്ക് ഇവിടെ ഈ വോൾട്ടേജ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കുക അതിൻ്റെ ബോർഡിലേക്ക് ഇൻസെർട്ടായി സെറ്റാണെന്നുള്ളത്. പക്ഷേ ഇവിടെ വോൾട്ടേജ് കിട്ടുന്നുണ്ട്, ഇവിടെ വോൾട്ടേജ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ബോർഡ് കണക്ടർ കംപ്ലൈൻറ്റാണ്, അഥവാ ഈ ഒരു സെക്ഷന് കംപ്ലൈൻ്റ് ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സ്കീമാറ്റിക്കിൽ പോവാം. അപ്പോൾ ഇവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ മൈനസ് ആണ്, ഇവിടെ പ്ലസ് ആണ്, ഇവിടുത്തെ വോൾട്ടേജ് 3 വോൾട്ടേജ് ഇവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഈ വോൾട്ടേജ് എങ്ങോട്ടാണ് പോകണമെന്ന് നോക്കാം.
ഓക്കെ. ഈ ഒരു റെസിസ്റ്ററുമൊക്കെ പോകുന്നത്. ഓക്കെ. 2502 നേരെ ഞാൻ ഈ ഒരു 2502 ഞാൻ ഇവിടുന്ന് എന്ത് ചെയ്തു, ഇത് നേരെ സെലക്ഷൻ നേരെ ഇവിടുന്ന് കോപ്പി എടുത്തു. ബോർഡ് വി പോവാണ്. ബോർഡ് വി പോയിട്ട് ഇവിടെ ഞാൻ അടിച്ചു കൊടുത്തു. ഓക്കെ. 2502 ഇവിടെ അടിച്ചു കൊടുത്തു. നേരെ കാണിക്കുന്നത് ബോർഡിൻ്റെ വേണ്ടല്ലേ, ഞാൻ പറഞ്ഞില്ലേ, ബോർഡിൽ നിന്ന് ഈ ഒരു സെക്ഷൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷനിലല്ല ഇരിക്കുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡ് ബോട്ടലിലാണ് ഇതിൻ്റെ ലൈൻസ് പോകുന്നത്. ബോട്ടം സൈഡിലേക്കാണ് ലൈൻസ് പോകുന്നത്. അപ്പം നമുക്ക് ഇവിടെ നമ്മൾ കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ വോൾട്ടേജ് ഉണ്ടാവും. ഈ സർക്യൂട്ട് നേരെ കയറി പോകുന്നത് സ്കിമാറ്റിക് വെച്ച സമയത്ത് ഇതിൻ്റെ റെസിസ്റ്റർ നേരെ കയറി പോകുന്നത് ഈ ഒരു ഭാഗത്തേക്കാണ് കയറി പോകുന്നത്. ഈ ഒരു ഭാഗത്തേക്കാണ് കയറി വരുന്നത്. ഓക്കെ. സ്കിമാറ്റിക് ബോർഡ് വി പോവാം. ബോർഡ് വി പോകുന്ന സമയത്ത് ഈ ഒരു സെറ്റപ്പിൽ ഈ ഒരു ഭാഗത്തേക്കാണ് കയറി പോകുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് കാറിയറാണ്. അപ്പോൾ നമുക്ക് ഈ ഭാഗത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്താണ് കാണുന്നത്. ഓക്കെ. ഇവിടെയാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യണം ഇവിടെ എത്ര വോൾട്ടേജ് വരുന്നുണ്ടോ നോക്കണം. ഓക്കെ. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒന്ന് RTC VCC പിന്നെ RTC പവർ എന്നുള്ള PWR. ഓക്കെ. ഇവിടെ സ്കിമാറ്റിക്കിൽ പോവാം. ഇവിടെ RTC PWR. ഓക്കെ. RTC പവർ ഈ റെസിസ്റ്ററിൻ്റെ അപ്പുറത്തുള്ള പേര് RTC പവർ. ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബോഡി വ്യൂവിൽ പോകുന്ന സമയത്ത് കാണുന്നത് RTC PWR. ഓക്കെ. RTC പവർ എന്നുള്ള പേരില്ല. RTC പവർ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അഥവാ റെസിസ്റ്ററിൻ്റെ അപ്പുറത്തുള്ള പേര് RTC പവർ. അതിൻ്റെ മുന്നേ ഉള്ള RTC VCC. ഓക്കെ. RTC VCC. ഇത് കഴിഞ്ഞാൽ പിന്നെ റെസിസ്റ്റർ കഴിഞ്ഞാൽ പേര് മാറുകയാണ്. സെയിം വോൾട്ടേജ് തന്നെയാണ്, പേര് മാറുന്നു എന്ന് മാത്രം. ഓക്കെ. ഇനി നേരെ അങ്ങോട്ടാണ് പോകുന്നത്, ഒരു ഡയോഡുക്കാണ് പോകുന്നത്. ഓക്കെ. ഇവിടെ ഈ ഡയോഡുക്കാണ് പോകുന്നത്. ഈ റെസിസ്റ്റർ വഴി ഡയോഡിലേക്കാണ് പോകുന്നത്. ഓക്കെ. ഈ ഡയോഡ് കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ പേര് പിന്നെയും മാറുകയാണ് RTC ആക്സിലറി വോൾട്ടേജ്. ഓക്കെ. RTC ആക്സിലറി വോൾട്ടേജ്. അപ്പോൾ ഈ വോൾട്ടേജ് ഇവിടെ വേറെയും പേര് മാറി വരുന്നുണ്ട്. 3.3 വോൾട്ടേജ് ആക്സിലറി S5 എന്ന് പറഞ്ഞൊരു വോൾട്ടേജ് വരുന്നുണ്ട്. ഓക്കെ. ഈ വോൾട്ടേജ് എങ്ങോട്ടാണ് വരുന്നത്, ഈ ഡയോഡ് വഴി തന്നെ കടന്നു വരുന്നത്. 2 വോൾട്ടേജും ഈ ഡയോഡ് വഴി തന്നെയാണ് കടന്നു വരുന്നത് ഈ വോൾട്ടേജ്. പക്ഷേ ഈ വോൾട്ടേജും ഡയോഡ് വഴി തന്നെ കടന്നു വരുന്നത്. എന്നതിന് ശേഷം ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇങ്ങനെ വരുന്നത്. ഓക്കെ. അപ്പോൾ അത് നമുക്ക് എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ വോൾട്ടേജ് എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഒരു സെക്ഷൻ മെയിൻ ബാറ്ററി ഫുൾ ടൈം എപ്പോൾ ഉള്ളിടത്തോളം സമയം, മെയിൻ ബാറ്ററിയിൽ സപ്ലൈ ഉള്ളിടത്തോളം സമയം ഫുൾ ടൈം എന്തിലാവും, ഈ RTC ബാറ്ററിയിലായിരിക്കും ഈ സെക്ഷൻ RTC ആക്സിലറി വോൾട്ടേജ് ഓടിക്കൊണ്ടിരിക്കുക. ഓക്കെ. RTC ആക്സിലറി വോൾട്ടേജ് ഓടിക്കൊണ്ടിരിക്കുക. ഈ സപ്ലൈ ഉള്ളിടത്തോളം സമയം അഥവാ മെയിൻ ബാറ്ററി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഫുൾ ടൈം ഇതിലായിരിക്കും ഓടിക്കൊണ്ടിരിക്കുക. ഓക്കെ. ഇതിലൂടെ ഓടിക്കൊണ്ടിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ഈ ബാറ്ററി എപ്പോൾ ഫെയിൽ ആകുന്നോ അപ്പോൾ ഇതിൽ നിന്നായിരിക്കും എടുക്കുക. അപ്പോൾ ആയതുകൊണ്ട് ഇത് ഡിസ്ചാർജ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ. പവർ ഇതിൽ നിന്ന് എടുക്കുന്നതോട് കൂടിയിട്ട് ഇത് ഡിസ്ചാർജ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ. അപ്പോൾ ആയതുകൊണ്ടാണ് ലാപ്ടോപ്പിൽ ഈ ബാറ്ററി ഫുൾ ടൈം ഉണ്ടാവും. അധിക സമയം മെയിൻ ബാറ്ററി ഫെയിൽ ആവാതെ ഫുൾ ടൈം ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്നായിരിക്കും ഫുൾ ടൈം ഓടിക്കൊണ്ടിരിക്കുക. ഡെസ്ക്ടോപ്പിൽ എന്ന് പറഞ്ഞെങ്കിൽ ഈ മെയിൻ ബാറ്ററി അഥവാ ഈ ഇങ്ങനത്തെ ഒരു ബാറ്ററി സെക്കൻഡറി ബാറ്ററി ഇല്ല. ഫുൾ ടൈം എന്തിലാണ് ഓടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ KCB പവറിലാണ് ഓടുന്നത്. ആ പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്നായിരിക്കും സപ്ലൈ ഫുൾ ടൈം ഓടിക്കൊണ്ടിരിക്കുക. ആയതുകൊണ്ട് ഇതിൽ നിന്ന് ഡിസ്ചാർജ് ആവാൻ ചാൻസ് കൂടുതലാണ്. ഡിസ്ചാർജിങ് ഫുൾ ടൈം നടന്നുകൊണ്ടിരിക്കല്ലേ. അപ്പോൾ ഡിസ്ചാർജിങ് ഫുൾ ടൈം നടന്നുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് എങ്ങനെ വെച്ചാൽ ഡെസ്ക്ടോപ്പിനെ അപേക്ഷിച്ചിട്ട് ഇതിലെന്ത് ചെയ്യും, ഇതിൽ ചാർജ് ഇങ്ങനെ ഡിസ്ചാർജ് ആയിക്കൊണ്ടിരിക്കും. ലാപ്ടോപ്പ് ആയതുകൊണ്ടോ ലാപ്ടോപ്പിൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ബാറ്ററി അഥവാ നമ്മൾ ബാക്കപ്പ് ബാറ്ററി മെയിൻ ബാറ്ററി ഉണ്ടാവും. ആ മെയിൻ ബാറ്ററി ഫുൾ ടൈം ലാപ്ടോപ്പിൽ ഉണ്ടാവും, ഇൻസെർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്നായിരിക്കും ഫുൾ ടൈം ഇതിൽ പോയിക്കൊണ്ടിരിക്കുക. ആയതുകൊണ്ട് ഇത് ഡെസ്ക്ടോപ്പിനെ അപേക്ഷിച്ചിട്ട് ലാപ്ടോപ്പിൽ ചാർജിങ് ലൈഫ് കൂടുതലായിരിക്കും. ഇതിന് ഡിസ്ചാർജിങ് ലൈഫ് കൂടുതലായിരിക്കും. അപ്പോൾ ഡിസ്ചാർജിങ് കുറയും. ഓക്കെ. അപ്പോൾ നമ്മൾ മെയിൻ ബാറ്ററി എപ്പോൾ ഫെയിൽ ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിൽ നിന്നായിരിക്കും പോവുക.
മെയിൻ ബാറ്ററി ഫെയിൽ ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിനേതൊക്കെ പോവുക, ഈ ഒരു കണക്ടറിനായിരിക്കും സപ്ലൈ ഒഴുകിക്കൊണ്ടിരിക്കുക. അപ്പോൾ പെട്ടെന്ന് കംപ്ലയിൻസ് ആവാനും സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പോൾ മെയിൻ ബാറ്ററി ഫെയിൽ ആയി കഴിഞ്ഞാൽ ഈ ബാറ്ററിയിൽ നിന്നാണ് പിന്നെ കംപ്ലയിൻറ്റ്, ഇതിനായിരിക്കും ചാർജിങ് നടന്നുകൊണ്ടേയിരിക്കുക. പിന്നെ അഡാപ്റ്റർ ഇൻസെർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സെയിം അവസ്ഥ തന്നെയാണ്. അഡാപ്റ്റർ ഇൻസെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഫുൾ ടൈം ഓടിക്കൊണ്ടിരിക്കും. ഇതിൽ നിന്ന് ഫുൾ ടൈം ബാറ്ററി ഇട്ട സമയം ബാറ്ററി ഉള്ള മാതിരി തന്നെ ഇതിന് ഫുൾ ടൈം ഓടിക്കൊണ്ടിരിക്കും. അഡാപ്റ്റർ നമ്മൾ എപ്പോഴും ഫുൾ ടൈം ചാർജിങ് കണക്ട് ചെയ്തുകൊണ്ടിരിക്കില്ല. പക്ഷേ നമ്മൾ സിസ്റ്റങ്ങളൊക്കെ ഓഫാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിസ്കണക്ട് ചെയ്യും, അഡാപ്റ്റർ ഡിസ്കണക്ട് ചെയ്യും. അഡാപ്റ്റർ ഡിസ്കണക്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വോൾട്ടേജ് ഇതിലേക്ക് ഫുൾ ടൈം സപ്ലൈ കിട്ടിക്കൊണ്ടിരിക്കണം. ഈ RTC സെക്ഷനിലേക്ക് ഫുൾ ടൈം സപ്ലൈ കിട്ടിക്കൊണ്ടിരിക്കണം. അതാണ് നമ്മളെ ടൈമും ഡേറ്റും തെറ്റാതെ ഇരിക്കാൻ കറക്റ്റ് സേവ് ചെയ്തിരിക്കല്ലേ ഇത് വെച്ചിട്ട്. ഓക്കെ, ഒരു ചാർജ് വെച്ചിട്ട് സേവ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വോൾട്ടേജ് നമുക്ക് പോയി ചെക്ക് ചെയ്യാം. നമുക്ക് ഈ സർക്യൂട്ടിലേക്ക് പോവാം. ഈ ഡയോഡിലേക്ക് D2501. ഓക്കെ, അതിന് മുന്നേ നമുക്ക് ഈ RTC 62502 അത് നമുക്ക് പോയി നോക്കാം. ഇത് ഇവിടെ കാറിയർ ഇവിടെ കാണിക്കുന്നുണ്ട്. നേരെ പോവാം. അപ്പോൾ നമ്മളിവിടെ കാണുന്ന സമയത്ത് ബോർഡ് വ്യൂ കാറിയർ ഇവിടെ ഓക്കെയാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ 2 റെസിസ്റ്റർ ഇവിടെ കാണുന്നുണ്ട്. അതേമാതിരി തന്നെ ഇവിടെയും കാണുന്നുണ്ട്. ഇതെന്ത് ചെയ്യാറുണ്ടെങ്കിൽ ഇവിടുത്തെ വോൾട്ടേജ് നമുക്ക് ചെക്ക് ചെയ്യണം. ഓക്കെ, ഇവിടുത്തെ വോൾട്ടേജ് നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ 62502. ഓക്കെ, 62502. നമുക്കിവിടെ എത്ര വോൾട്ടേജ് കിട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വോൾട്ടേജ് ഞാനിവിടെ ഗ്രൗണ്ട് കോമൺ ഇട്ടിരിക്കുന്നു. നമുക്ക് ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വോൾട്ടേജ് 3 സംതിങ് വോൾട്ടേജ്, നമുക്ക് ആ വോൾട്ടേജ് കറക്റ്റായിട്ട് ഇവിടെ 2.9 വോൾട്ടേജ് ഇവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മളിവിടെ വോൾട്ടേജ് ചെക്ക് ചെയ്തപ്പോൾ ഇവിടെ കോമൺ ആയിട്ട് ഗ്രൗണ്ട് ഇവിടെ കോമൺ ആയിട്ട് കൊടുക്കുന്നത്, ഇതാണ് ഗ്രൗണ്ട് ഇട്ടുന്നത്. ഇവിടുത്തെ വോൾട്ടേജ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3.3 സംതിങ്. ഓക്കെ, 2.9 വോൾട്ടേജ്. ഓക്കെ, ഇപ്പോൾ വോൾട്ടേജ് ഡൗൺ ആണ്. അപ്പോൾ 2.9 വോൾട്ടേജ് 9.7 വോൾട്ടേജ് കിട്ടുന്നുണ്ട്. ഓക്കെ, കാറിൻ്റെ കണക്ഷനാണ് കാണുന്നത്. ഈ ഒരു ഭാഗത്താണ് വോൾട്ടേജ് കിട്ടേണ്ടത്. ഓക്കെ, ആ ഭാഗത്ത് നമുക്ക് വോൾട്ടേജ് കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് 2.99 വോൾട്ടേജ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ ഔട്ടിലേക്ക്, ഈ റെസിസ്റ്ററിൻ്റെ ഔട്ടിലേക്ക് നമുക്ക് എത്ര വോൾട്ടേജ് കിട്ടി എന്നുണ്ടെങ്കിൽ 2.9 വോൾട്ടേജ് തന്നെ. ഓക്കെ, അപ്പോൾ ഇവിടെ വോൾട്ടേജ് ഉണ്ട്, ഇതിൻ്റെ ഇപ്പുറത്തേക്ക് വോൾട്ടേജ് സെറ്റാണ്. ഓക്കെ, ഇനി എങ്ങോട്ടാണ് പോണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റെസിസ്റ്ററിൻ്റെ ഇവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്യാം. ഇവിടെ പോയിട്ട് ഇതിൻ്റെ ഔട്ട് ക്ലിക്ക് ചെയ്യുക. ഔട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് 2 റെസിസ്റ്ററിലേക്ക് ഇവിടെ കാണുന്നുണ്ട്, ഈ 2 റെസിസ്റ്ററിലേക്ക് പോകുന്നുണ്ട്. ഇവിടുത്തെ 2 റെസിസ്റ്ററിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ 2 റെസിസ്റ്ററിലും സപ്ലൈ ഉണ്ടാകും നോക്കാം. നമുക്ക് ഈ ഭാഗത്ത് 2 റെസിസ്റ്ററിലേക്ക് പോകുന്നുണ്ട്. ഈ റെസിസ്റ്ററിലേക്ക് സപ്ലൈ ഔട്ട്പുട്ട് ആകണ്ടാന്ന് നോക്കാം. ഇവിടെ ഓക്കെയാണ്. ഈ റെസിസ്റ്ററിൻ്റെ ഇപ്പോഴത്തെ റെസിസ്റ്റർ ചെക്ക് ചെയ്യുക. ഇപ്പോഴത്തെ റെസിസ്റ്ററിലും വോൾട്ടേജ് ഓക്കെയാണ്. ഓക്കെ, ഈ റെസിസ്റ്ററിലും ഓക്കെയാണ്. ഇനി നമുക്ക് എവിടേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ D2501 Q2505. പക്ഷേ നമുക്ക് സ്കിമാറ്റിക്കിൽ പോവാം. സ്കിമാറ്റിക് പോണ സമയത്ത് സ്കിമാറ്റിക്കിൽ പോകുന്ന സമയത്ത് ഇത് കാണിട്ടുന്ന നേരെ ഡയറക്റ്റ് വരുന്നു. ഇവിടെ റെസിസ്റ്റർ ആണ്. ഈ റെസിസ്റ്റർ കഴിഞ്ഞാൽ ഇവിടുത്തെ വോൾട്ടേജ് നമുക്ക് 2.99. ഓക്കെ, അല്ലെങ്കിൽ 3 വോൾട്ടേജിന് എസ്റ്റിമേറ്റ്. ഓക്കെ, ഇവിടുത്തെ വോൾട്ടേജ് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ ഈ 2501 നേരെ ബോർഡ് വീൽ പോവാം. 2501. ഓക്കെ, ഇവിടുത്തെ വോൾട്ടേജ് നമുക്കിവിടെ ചെക്ക് ചെയ്യാം. 3 വോൾട്ടേജ് കിട്ടുന്നുണ്ട്. ഓക്കെ, 3 വോൾട്ടേജ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇനി ഇതിൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിമാറ്റിക്കിൽ പോയി കഴിഞ്ഞാൽ ഇത് ഈ സപ്ലൈ വഴി നേരെ ഇങ്ങോട്ട് എത്തണം. ഓക്കെ, ഇവിടെ എത്തണം. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് അതിൻ്റെ 1ാമത്തെ പിന്ന്. ഓക്കെ, അതിൽ പോവാം. ഇതിൻ്റെ 1ാമത്തെ പിന്നാണ് ഈ പിന്ന് കാണുന്നത്. 2.8 വോൾട്ടേജ്. ഓക്കെ, 2.8 വോൾട്ടേജാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഡയോഡിൻ്റെ ആക്ഷൻ ഡയോഡ് കറക്റ്റ് എടുത്തിരിക്കുന്നു. ഓക്കെ, ഇവിടുന്ന് 2.8 വോൾട്ടേജ്. ഓക്കെ, 2.85 വോൾട്ടേജ് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, റൈറ്റ്. ഇനി നമുക്ക് എന്താ ചെക്ക് ചെയ്യാന്ന് പറഞ്ഞെങ്കിൽ
ഈ വോൾട്ടേജ് ഇവിടെ വരണമല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വോൾട്ടേജ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ വോൾട്ടേജ് ഉണ്ടോ എന്ന് നോക്കാം. ബോർഡ് വീല് പോവാം. ഇവിടെയാണ് ഇത് രണ്ടാമത്തെ പിന്ന്. ഇവിടെ പോവാം. ഇതിൻ്റെ രണ്ടാമത്തെ പിന്നാണ് കാണുന്നത്. ഓക്കെ, രണ്ടാമത്തെ പിന്നിൽ വോൾട്ടേജ് ചെക്ക് ചെയ്ത് പോവാം. രണ്ടാമത്തെ പിന്നിൽ എത്ര വോൾട്ടേജ് വരണമെന്നുണ്ടെങ്കിൽ വോൾട്ടേജ് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, വോൾട്ടേജ് ഉണ്ടാവാൻ പാടില്ല. കാരണം ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണെങ്കിൽ ഇവിടെ ബാറ്ററി ഞാൻ ഇൻസെർട്ട് ചെയ്തിട്ടില്ല. ബാറ്ററി ഇൻസെർട്ട് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇതിലേക്ക് LDO വോൾട്ടേജ് വരാൻ പാടുള്ളൂ. ഓക്കെ, ഈ വോൾട്ടേജ് ഇവിടെ വരാൻ പാടുള്ളൂ. അത് ഈ വോൾട്ടേജ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ റിട്ടേൺ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഡയോഡ് കംപ്ലൈൻറ്റാണ്. ഈ വോൾട്ടേജ് ഇങ്ങനെ വന്നിട്ട് റിട്ടേൺ വന്നു കഴിഞ്ഞാൽ ഈ ഡയോഡ് കംപ്ലൈൻറ്റ്. അപ്പോൾ RTC കംപ്ലൈൻ്റ് ആവും. RTC കംപ്ലൈൻ്റ് ആവും, സെക്ഷൻ കംപ്ലൈൻ്റ് ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്ക് ഈ ഒരു സെക്ഷനിൽ വോൾട്ടേജ് ഇവിടെ കോമൺ ഗ്രൗണ്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ വോൾട്ടേജ് ഡയോഡാണ് നമ്മൾ കണ്ടത്. ഈ സെക്ഷൻ ഈ ഡയോഡാണ്. ഈ ഡയോഡ് നമുക്ക് എത്ര വോൾട്ടേജാണ് വരുന്നത് നോക്കാം. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് 3 വോൾട്ടേജ് ഓക്കെയാണ്. ഇനി ഇവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ വോൾട്ടേജ് 0 വോൾട്ടേജാണ്. ഓക്കെ, ഇവിടെ 0 വോൾട്ടേജാണ്. ഇവിടുത്തെ വോൾട്ടേജ് നിങ്ങൾ 2.8 വോൾട്ടേജ്, 8.5 വോൾട്ടേജ്. ഓക്കെ, 2.85 വോൾട്ടേജ്. ഇനി ഞാനിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത് മൾട്ടിമീറ്റർ ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യുന്നതാണ്, മെയിൻ ബാറ്ററി, ലാപ്ടോപ്പിൻ്റെ മെയിൻ ബാറ്ററി ഞാൻ ഇൻസെർട്ട് ചെയ്യാണ്. അപ്പം നമ്മൾ മൾട്ടിമീറ്ററിലേക്ക് നോക്കണം നിങ്ങൾ. ഓക്കെ, ഓട്ടോമാറ്റിക്കായി 3.14 വന്നു. ഓക്കെ, 3.14 വന്ന്. അപ്പം നമുക്കിവിടെ കിട്ടേണ്ട വോൾട്ടേജ് ഞാൻ ഈ പറഞ്ഞ വോൾട്ടേജ്. ഓക്കെ, ഇവിടുത്തെ വോൾട്ടേജ് LDO വോൾട്ടേജ് ആണ്. ഈ LDO വോൾട്ടേജ് 3.3 ഉണ്ട്. ഓക്കെ, 3.3 വോൾട്ടേജ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഡയോഡിൻ്റെ ഇന്നിൽ പോയി ചെക്ക് ചെയ്യാം നമുക്ക്. അഥവാ ഈ ഒരു ഭാഗത്ത് രണ്ടാമത്തെ പിന്നിൽ എത്ര വോൾട്ടേജ് ചെക്ക് ചെയ്യാം. മൾട്ടിമീറ്ററിൽ നോക്കുന്ന സമയത്ത് രണ്ടാമത്തെ പിന്നിൽ 3.2 വോൾട്ടേജ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 3.3 വോൾട്ടേജ് കറക്റ്റ് വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് ഞാൻ പറയുന്നത്. ഇത് മെയിൻ ബാറ്ററിയാണ്. അപ്പോൾ ഈ ബാറ്ററി എപ്പോൾ ഫെയിൽ ആകുന്നോ അപ്പോൾ നമ്മൾ RTC ബാറ്ററിയിൽ നിന്ന് ഡൗൺ ആയിക്കൊണ്ടേയിരിക്കും. ഈ ബാറ്ററി ഫെയിൽ ആയിക്കഴിഞ്ഞാൽ RTC ബാറ്ററി ഫെയിൽ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ RTC ബാറ്ററി സേഫ് ആയിട്ടിരിക്കുന്ന മെയിൻ ബാറ്ററിയാണ്. ഓക്കെ, ലാപ്ടോപ്പിൽ, ഡെസ്ക്ടോപ്പിൽ ഈ RTC ബാറ്ററി ഇല്ല. ഡെസ്ക്ടോപ്പിൽ എന്തില്ല, മെയിൻ ബാറ്ററി ബാക്കപ്പ് ആയിട്ട് ബാറ്ററി ആയിട്ട് യൂസ് ചെയ്യുന്നില്ല. അഥവാ ഈ CMOSന്റെ RTC ബാറ്ററി തന്നെയാണ് ഫുൾ ടൈം അതിലേക്കുള്ള സപ്ലൈ കിട്ടി. RTCന്റെ സെക്ഷനിലേക്കുള്ള സപ്ലൈ ഫുൾ ടൈം കിട്ടിയിരിക്കുന്നത് ആ ബാറ്ററിയിൽ നിന്നാണ്. മറിച്ച് ഇതിലാണെന്നുണ്ടെങ്കിലോ ഡുവൽ വേ ആയിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നല്ലെങ്കിൽ ഇതിൽ നിന്ന് പോവുക, അല്ല എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലെപ്പോഴും ഫുൾ ടൈം സപ്ലൈ ഉണ്ടാവും ബാറ്ററി ഉണ്ടായത് കൊണ്ട്. ഓക്കെ, അപ്പം നമുക്ക് സപ്ലൈ ഇവിടുത്തെ ചെക്ക് ചെയ്യണ സപ്ലൈ, നമുക്ക് ഇവിടെ കിട്ടേണ്ട സപ്ലൈ ഇത് നമ്മളെ ബാറ്ററിയാണ്, നമ്മളെ RTC ബാറ്ററിയാണ്. ഇവിടെ ചെക്ക് ചെയ്യുന്ന സപ്ലൈ 3.3 സപ്ലൈ, അഥവാ മെയിൻ ബാറ്ററി എന്നുള്ള അഡാപ്റ്ററിനുള്ള സപ്ലൈ. ഇതിൻ്റെ ഔട്ട്പുട്ടിൽ സപ്ലൈ 3.14 മീൻസ് അതിൽ എത്ര വോൾട്ടേജ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡോപ്പിങ് കഴിഞ്ഞുള്ള ബാക്കിയുള്ള വോൾട്ടേജ് ഉണ്ടാവുക. ഓക്കെ, ഞാൻ അഡാപ്റ്റർ എന്ത് ചെയ്യുന്ന, അല്ല മെയിൻ ബാറ്ററി എന്ത് ചെയ്യുന്നത്, ഡിസ്കണക്ട് ചെയ്യുന്നുണ്ട്. മെയിൻ ബാറ്ററി ഞാൻ ഡിസ്കണക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടേണ്ട വോൾട്ടേജ് ഇപ്പോൾ ഡൗൺ ആയി. ഓക്കെ, 2.85 ആയി മാറി. ഓക്കെ, ഇൻസെർട്ട് ചെയ്യാൻ ബാറ്ററി 3.14 ആയി ചെയ്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് വോൾട്ടേജ് കംപ്ലൈൻസ് വരാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ RTCൻ്റെ ബാറ്ററി. ഇതിന് 2 വേ ആണ്, 2 വേ ആണ് വരുന്നത്. ഓക്കെ, 2 വേ ആയിട്ട് ഇതിലൂടെയും പോകുന്നുണ്ട്, ഇതിലൂടെയും പോകുന്നുണ്ട്. ആരാണ് ഫസ്റ്റ് വർക്ക് ചെയ്യുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിവിടെ വോൾട്ടേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അഥവാ മെയിൻ ബാറ്ററി സപ്ലൈ അഡാപ്റ്ററിൽ സപ്ലൈ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നായിരിക്കും വർക്ക് ചെയ്യുക. അതല്ല അഡാപ്റ്ററിൽ വോൾട്ടേജ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ടൈമും ഡേറ്റും തെറ്റാൻ പാടില്ല. കറക്റ്റ് ഫുൾ ടൈം നിന്നോളണം. ഓക്കെ, റിയൽ ടൈം അല്ലേ. അപ്പോൾ ഇതിലൂടെയാണ് കാരം പോവുക. RTC ഈ ബാറ്ററിയിൽ നിന്നാണ് കാരം സപ്ലൈ എടുത്തിട്ട് വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ലാപ്ടോപ്പിൽ ഈ ബാറ്ററി സേഫായിട്ട്, ഈ CMOSന്റെ ബാറ്ററി ലാപ്ടോപ്പിൽ എന്തെയില്ല പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവാതെ ഇരിക്കാനുള്ള കാരണം അതാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്സ്.